നമസ്കാരം പ്രിയ വിദ്യാർത്ഥികൾക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയാണ്. ഒന്ന് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, സെക്കൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, നെക്സ്റ്റ് വൺ ബാലൻസ് ഷീറ്റ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. എന്താണ് ബാലൻസ് ഷീറ്റ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഫോർ അസർട്ടൈനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. സാധാരണ ബിസിനസ് സ്ഥാപനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഹൗ മച്ച് ഈസ് അവർ അസെറ്റ്, ഹൗ മച്ച് ഈസ് അവർ ലയബിലിറ്റി എന്നൊക്കെ അറിയാൻ വേണ്ടി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. The preparation of their balance sheet is on the same pattern as that of the business entities. നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ബിസിനസ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന അതേ ബാലൻസ് ഷീറ്റ് തന്നെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും പ്രിപ്പയർ ചെയ്യുന്നത്. യാതൊരുവിധ മാറ്റവും അതിലുണ്ടാവുന്നില്ല. ഇറ്റ് ഷോസ് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. സാധാരണ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന പോലെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ അസെറ്റ് എത്രയാണ്, ലയബിലിറ്റീസ് എത്രയാണ് എന്ന് വളരെ കൃത്യമായിട്ട് വരച്ചു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഇനി എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ എങ്ങനെയായിരിക്കും ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക? സ്റ്റെപ്പ് നമ്പർ 1, അസർട്ടൈൻമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് ആസ് ദ ബിഗിനിങ് ഈസ് അസർട്ടൈൻ ബൈ പ്രിപ്പയറിംഗ് ആൻ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. Take the liabilities on one side and asset on the other side. The difference between the two sides is capital fund. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഫണ്ട് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ബിസിനസ് ഓർഗനൈസേഷനെ പോലെ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവില്ല, പകരം ക്യാപിറ്റൽ ഫണ്ടാണ് ഉണ്ടാവുക. ഓപ്പണിങ്ങിലെ ക്യാപിറ്റൽ ഫണ്ട് എത്രയാണ് എന്ന് ചിലപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ നിർബന്ധമാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തുക ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ്. ക്വസ്റ്റ്യനിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ താഴെയായിട്ട് ബിഗിനിങ്ങിൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇതൊക്കെയായിരുന്നു നമ്മുടെ അസറ്റ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ലാബിലിറ്റി എന്ന് തന്നിട്ടുണ്ടാവും. അസറ്റുകളൊക്കെ അസറ്റ് സൈഡിലും ലാബിലിറ്റീസ് ഒക്കെ ലാബിലിറ്റി സൈഡിലും എഴുതിയാൽ അതിൻ്റെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്താൽ കിട്ടുന്ന ഡിഫറൻസിങ് ഫിഗറാണ്, ബാലൻസിങ് ഫിഗറാണ് ക്യാപിറ്റൽ ഫണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. സ്റ്റെപ്പ് നമ്പർ 2, ട്രീറ്റ്മെൻറ്റ് ഓഫ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. Surplus in the income and expenditure is added to the capital fund and deficit deducted. Also add items to be capitalized along with the capital fund. ഇവിടെ സർപ്ലസോ ഡെഫിസിറ്റോ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ സർപ്ലസ് ആവാം, ഒരു പക്ഷേ അത് ഡെഫിസിറ്റ് ആവാം. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിന് കൂടെ നമ്മൾ ആഡ് ചെയ്യും, ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് നമ്മൾ അത് ലെസ് ചെയ്യുകയും ചെയ്യും. അതേപോലെ ക്യാപിറ്റലൈസ് ചെയ്ത മറ്റെന്തെങ്കിലും ഐറ്റംസ് ഉണ്ട് എങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ടിന് കൂടെ ആഡ് ചെയ്യപ്പെടും. സ്റ്റെപ്പ് നമ്പർ 3, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫിക്സഡ് അസെറ്റ്. ടേക്ക് ഓൾ ദ ഫിക്സഡ് അസെറ്റ് വിച്ച് ആൾറെഡി എക്സിസ്റ്റ് ഇൻ ദ ബുക്സ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ആൻഡ് ബി അഡ്ജസ്റ്റഡ് ഫോർ അഡീഷൻസ്, ഡിസ്പോസൽ ആൻഡ് ഡിപ്രിസിയേഷൻ. എല്ലാ ഫിക്സഡ് അസറ്റുകളും ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷമാണ് ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ഫിക്സഡ് അസറ്റ് കൊണ്ടുവരിക. അഡീഷൻസോ ഡിസ്പോസൽസോ ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചാർജ് ചെയ്തതിന് ശേഷമാണ് ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ അസറ്റുകൾ എഴുതി വെക്കുക. സ്റ്റെപ്പ് നമ്പർ 4, കമ്പയർ ഐറ്റംസ് ഓൺ ദ റെസീറ്റ് സൈഡ് ഓഫ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വിത്ത് ഇൻകം സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീറ്റ് സൈഡും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡും ഒന്ന് കമ്പയർ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. എന്തിനാണ് ഇത് കമ്പയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ദിസ് വിൽ ഹെൽപ്പ് us ഇൻ അസർട്ടൈനിങ് ദ ഫോളോയിങ് അമൗണ്ട്സ്. നമ്പർ 1, സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ്. അതൊരു അസറ്റാണ്. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ കമ്പാരിസൺ നടത്തേണ്ടി വരും. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതൊരു ലാബിലിറ്റിയാണ്. നേരത്തെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ലാബിലിറ്റിയാണ്. അത് അറിയണമെങ്കിൽ ആ കമ്പാരിസൺ ആവശ്യമായി വരും. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഡ്യൂറിംഗ് ദ ഇയർ, ഫിക്സഡ് അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അത് അറിയണമെങ്കിൽ. ഐറ്റംസ് ടു ബി ക്യാപിറ്റലൈസ്ഡ്, ക്യാപിറ്റലൈസ് ചെയ്ത ഐറ്റംസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിലൊക്കെ ഈ ഒരു കമ്പാരിസൺ നല്ലതാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീറ്റ് സൈഡും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അത് ബാലൻസ് ഷീറ്റിലേക്ക് ആവശ്യമാണ്. കമ്പയർ ഐറ്റംസ് ഓൺ ദ പേയ്മെൻറ്റ് സൈഡ് ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വിത്ത് എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ
എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് താഴെ പറയുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ലാബിലിറ്റീസ്, ഒരു ലാബിലിറ്റിയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതുണ്ടെങ്കിൽ അതിൽ നിന്നും മനസ്സിലാവും. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒരു അസറ്റാണ്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഡ്യൂറിങ് ദ ഇയർ, ആ ഒരു കാലഘട്ടത്തിൽ എത്ര രൂപയുടെ അസറ്റ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. ഡിപ്രിസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റിന് ഡിപ്രിസിയേഷൻ ഉണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾ സ്റ്റേഷനറി ഐറ്റംസ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ മനസ്സിലാവണമെങ്കിൽ ഈ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തേണ്ടി വരും. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കാം. ഏറ്റവും ടോപ്പിൽ ബാലൻസ് ഷീറ്റ് ഓഫ് ഓർഗനൈസേഷൻ്റെ പേര് എഴുതുക, ആസ് ഓൺ ഡേറ്റ് ഒക്കെ എഴുതിയിട്ട് സാധാരണ പോലെയുള്ള ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ്. ലാബിലിറ്റി സൈഡ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. ബാലൻസ് ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൽ നിന്നായിരിക്കും. ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ഈ ഓപ്പണിംഗ് ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അതിൽ കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. അത് ഇവിടത്തേക്ക് നമ്മൾ മാറ്റി എഴുതും. അതിന് കൂടെ ഏതെങ്കിലും ഐറ്റംസ് ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊണേഷൻസ്, എൻട്രൻസ് ഫീസ്, ലെഗസീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ പോലെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസിന് കൂടെ ആഡ് ചെയ്യും. അതേപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സർപ്ലസോ ഡെഫിസിറ്റോ കിട്ടിയിട്ടുണ്ടാവും. സർപ്ലസ് ആണ് കിട്ടിയതെങ്കിൽ അത് ആഡ് ചെയ്യുക, ഡെഫിസിറ്റ് ആണെങ്കിൽ അത് ലെസ് ചെയ്യുക. ഫൈനൽ എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് മാറ്റി എഴുതുന്നു. സ്പെഷ്യൽ ഫണ്ട് ഡൊണേഷൻസ് ഉണ്ടെങ്കിൽ അത് ലാബിലിറ്റി സൈഡിൽ ലിസ്റ്റ് ചെയ്യുക. ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഈ ഐറ്റംസ് ഒക്കെ ലാബിലിറ്റീസ് ആണ്, ലാബിലിറ്റി സൈഡിൽ ലിസ്റ്റ് ചെയ്യുക. ഇൻകം റെസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതൊക്കെ ലാബിലിറ്റി സൈഡിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് അസറ്റ് സൈഡിൽ ഏതൊക്കെയാണ് ഐറ്റംസ് എന്ന് നമുക്ക് നോക്കാം. അസറ്റ്സ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അസറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും പരിഗണിച്ചതിന് ശേഷമാണ് നമ്മൾ അസറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുക. അസറ്റിനെ പറ്റി പറയുമ്പം അതിൽ പുതിയ അസറ്റ്സുകൾ വാങ്ങിയിട്ടുണ്ടാവും, അഡീഷൻസ് ഉണ്ടാവും, അത് ആഡ് ചെയ്യണം. ഡിസ്പോസൽസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം, ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതി വെക്കുക. സ്റ്റോക്ക് ഐറ്റംസ് ഓർ കൺസ്യൂമബിൾ ഐറ്റംസ് ഉണ്ടായേക്കാം. അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ എമൗണ്ട് എത്രയാണോ അതാണ് നമ്മൾ അസറ്റ് സൈഡിൻ്റെ ഔട്ടർ കോളത്തിലേക്ക് എഴുതി വെക്കുക. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അസറ്റാണ്, ലിസ്റ്റ് ചെയ്യുക. അക്രൂഡ് ഇൻകം ഉണ്ടെങ്കിൽ അതും അസറ്റാണ്, അസറ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്യുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് സാധാരണ ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും, രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ഇതാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതേ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇനിയൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫ്രം ദ ഫോളോയിങ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു XII ക്രിക്കറ്റ് ക്ലബ്, prepare income and expenditure account for the year ended March 31, 2015 and balance sheet as on that date. Receipt and payment account തന്നിട്ടുണ്ട്, കുറച്ച് ഇൻഫർമേഷൻസും തരും. അതിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. റെസീറ്റ് സൈഡിൽ നോക്കുക, ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് ഇൻ ഹാൻഡ് 18,000 തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആരംഭിക്കുക ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് ഇൻ ഹാൻഡ് 18,000, 18,000 രൂപ ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. പക്ഷേ പേയ്മെൻറ്റ് സൈഡിൽ ഒരു ബാലൻസ് ബ്രോ ഡൗൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ₹16,000 കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആണ്, നെഗറ്റീവാണ്. അതുകൊണ്ടാണ് അത് ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 16,000 ഇത് രണ്ടും ഓപ്പണിംഗ് ബാലൻസ് ആണ്. ദെൻ റെസീറ്റ് സൈഡിലെ ബാക്കി ഐറ്റംസ് നോക്കുക. മെമ്പേഴ്സ് സബ്സ്ക്രിപ്ഷൻ 2,50,000, members admission fee 15,000, sale of old sports material 2,500, hire of ground 28,000, subscription for tournament 60,000, life membership fee 20,000, donation for tournament 6 lakhs. Payment side നോക്കുക. upkeep of field and pavilion 1,15,000, tournament expenses 40,000, rates and insurance 10,000, telephone 3,500, postage and courier charges 4,000, printing and stationery 26,000, miscellaneous expenses 4,400, secretary's honorarium 30,000, grass seeds 2,600, investment 6 lakhs, purchase of sports material 68,000, balance carried down 74,000, cash in hand in the closing balance ആണ് 74,000, total 9,93,500. ക്വസ്റ്റ്യൻ്റെ കൂടെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ താഴെയായി കുറച്ച് വിവരങ്ങൾ കൂടി തന്നിട്ടുണ്ട്. അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ വേർ playground ₹5 lakh, cash in hand ₹18,000, stock of sports material 85,000, printing and stationery 11,000, subscriptions receivable 28,000. താഴെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നു. ഡൊണേഷൻസ് ആൻഡ് സർപ്ലസ് ഓൺ അക്കൗണ്ട് ഓഫ് ടൂർണമെൻറ്റ് ആർ ടു ബി കെപ്റ്റ് ഇൻ റിസർവ് ഫോർ പെർമനൻറ്റ് പവലിയൻ.
Second, subscriptions due on March 31, 2015 were rupees 42,000. And last one, write-off 50% of sports materials and 30% of printing and stationery. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ റവന്യൂ ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോവുക. അതേപോലെ തന്നെ കറണ്ട് ഇയർ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എഴുതി വെക്കുള്ളൂ. ഈ വർഷത്തെ എത്രയാണോ അത് മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതി വെക്കുക. ഇനി നമുക്കൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ബുക്സ് ഓഫ് XII ക്രിക്കറ്റ് ക്ലബ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിംഗ് ഓൺ March 31, 2015. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർമാറ്റ് എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ഇൻകം എമൗണ്ട്. എക്സ്പെൻഡിച്ചർ സൈഡിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇനി റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ നിന്നുമാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാനുള്ള ഐറ്റംസ് നമുക്ക് ലഭിക്കുക. ബാലൻസ് ബ്രോ ഡൗൺ നമ്മൾ എഴുതാറില്ല. ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. നെക്സ്റ്റ്, അപ്കീപ്പ് ഓഫ് ഫീൽഡ് ആൻഡ് പവലിയൻ 1,15,000 നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് മാറ്റി എഴുതി. ടൂർണമെൻറ്റ് എക്സ്പെൻസ് 40,000 നമ്മൾ ഇവിടെ എഴുതുന്നില്ല, കാരണം അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഡൊണേഷൻസ് ആൻഡ് സർപ്ലസ് ഓൺ അക്കൗണ്ട് ഓഫ് ടൂർണമെൻറ്റ് ആർ ടു ബി കെപ്റ്റ് ഇൻ റിസർവ് ഫോർ എ പെർമനൻറ്റ് പവലിയൻ. അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റലൈസ് ചെയ്തൊരു ഐറ്റം ആയതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. അതുകൊണ്ട് നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ് 10,000, ടെലിഫോൺ 3,500, പോസ്റ്റേജ് ആൻഡ് കൊറിയർ ചാർജസ് 4,000, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 26,000 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്തതാണ് 26,000. ഇന്നർ കോളത്തിലാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 11,000 ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വേണ്ടി കുറച്ച് ഐറ്റംസ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് തൊട്ട് താഴെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 11,000, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 11,000 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. തുടക്കത്തിലെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ബാലൻസ് ആണ് അത് 11,000. അത് നമ്മൾ ആഡ് ചെയ്തു 37,000. ഈ വർഷം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 26,000 നമ്മൾ ഈ വർഷം വാങ്ങിയതും 11,000 ഓപ്പണിംഗ് സ്റ്റോക്കും അടക്കം 37,000 റുപ്പീസിന് ഉണ്ടായിരുന്നു. അതിൽ 30% റൈറ്റ് ഓഫ് ചെയ്തു എന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 37,000ൻ്റെ 30,000 കുറച്ചാൽ ബാക്കി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ഉണ്ടാവുക 25,900 ആണ്. അപ്പോൾ 37,000ൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് 25,900 ലെസ് ചെയ്താൽ എത്രയാണ് നമ്മൾ ഈ വർഷം ഉപയോഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. 11,100 ആണ് നമ്മൾ ഈ വർഷം ഉപയോഗിച്ച പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. മിസ്ലേനിയസ് എക്സ്പെൻസസ് 4,400 നമ്മൾ മാറ്റി എഴുതി. സെക്രട്ടറീസ് ഓണറേറിയം 30,000 മാറ്റി എഴുതി. ഗ്രാസ് സീഡ്സ് 2,600 നമ്മൾ മാറ്റി എഴുതി. ഇൻവെസ്റ്റ്മെൻറ്റ് 6 lakh അസെറ്റാണ്. പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ 68,000. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നു: സ്പോർട്സ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 85,000. അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് തന്നിട്ടില്ലേ, അവിടെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ 85,000 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മളെ കയ്യിൽ തുടങ്ങുമ്പോൾ, ഈ വർഷം തുടങ്ങുമ്പോൾ 85,000 റുപ്പീസിൻ്റെ സ്പോർട്സ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ വർഷം 68,000 റുപ്പീസിൻ്റെ അത് പർച്ചേസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ടോട്ടൽ 85,000 പ്ലസ് 68,000 എന്ന് പറയുമ്പോൾ 1,53,000 റുപ്പീസിൻ്റെ സ്പോർട്സ് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 50% റൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറയുമ്പോൾ പകുതി നമ്മൾ ഇപ്രാവശ്യം ഉപയോഗിച്ചു, പകുതി ബാക്കിയുണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ 1,53,000ൻ്റെ 50% ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 76,500 നമ്മളെടുത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് പ്രിൻറ്റ് സ്പോർട്സ് മെറ്റീരിയൽ ബാക്കിയുണ്ട്. ബാക്കിയുള്ള 76,500 നമ്മൾ എന്ത് ചെയ്തു, ഈ വർഷം കൺസ്യൂം ചെയ്തിട്ടുണ്ട്, സ്പോർട്സ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത്രയുമാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതി വെക്കാനുള്ളത്. ഇനി നമുക്ക് ഇൻകം സൈഡ് നോക്കാം. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീറ്റ് സൈഡിലുള്ള ഐറ്റംസ് ആണല്ലോ ഇൻകം സൈഡിലേക്ക് എഴുതി വെക്കാനുണ്ടാവുക. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഒഴിവാക്കുന്നു. മെമ്പർ സബ്സ്ക്രിപ്ഷൻ 2,50,000. അപ്പോൾ ഈ വർഷം കിട്ടിയത് സബ്സ്ക്രിപ്ഷൻ 2,50,000 ആണ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു ഈ വർഷം ഒരു ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, 42,000 റുപ്പീസ് ഈ വർഷത്തത് കിട്ടാനുണ്ട് എന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ താഴെ പറയുന്നുണ്ട്. അപ്പോൾ 2,50,000 കിട്ടിയത് പ്ലസ് 42,000 കിട്ടാനുള്ളത് അടക്കം 2,92,000. പക്ഷേ അതിൽ അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്ന ലിസ്റ്റിൽ പറയുന്നു സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ 28,000. ഈ വർഷം തുടക്കത്തിൽ ഒരു 28,000 രൂപ കിട്ടാനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ് 28,000 കിട്ടാനുള്ളത്. അത് ഈ വർഷം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 2,92,000ൽ നിന്നും ആ 28,000 ലെസ് ചെയ്താൽ 2,64,000 എന്ന് കിട്ടും. അപ്പോൾ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട അവസാനത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 2,64,000 ആണ്. മെമ്പേഴ്സ് അഡ്മിഷൻ ഫീ 15,000 നമ്മൾ മാറ്റി എഴുതി. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ 2,500 മാറ്റി എഴുതി. ഹയർ ഓഫ് ഗ്രൗണ്ട് 28,000. സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെൻറ്റ് 60,000. ലൈഫ് മെമ്പർഷിപ്പ് ഫീ 20,000. ഡൊണേഷൻ ഫോർ ടൂർണമെൻറ്റ് 6 lakh. ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ബന്ധപ്പെട്ടതായതുകൊണ്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ടാണ്
നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റിയത്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എഴുതി വെക്കുന്നില്ല. എല്ലാ ഐറ്റംസും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതി കഴിഞ്ഞു. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇൻകം സൈഡാണ് കൂടുതൽ ഉണ്ടാവാറ്. ആ സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. 2,64,000 പ്ലസ് 15,000 പ്ലസ് 2,500 പ്ലസ് 28,000 ടോട്ടൽ 3,09,500. എക്സ്പെൻഡിച്ചർ സൈഡ് ടോട്ടൽ ചെയ്യുമ്പം 1,15,000 പ്ലസ് 10,000 പ്ലസ് 3,500 പ്ലസ് 4,000 പ്ലസ് 11,100 പ്ലസ് 4,400 പ്ലസ് 2,600 പ്ലസ് 30,000 പ്ലസ് 76,500 എന്ന് പറയുമ്പോൾ 2,57,100 ആണ് ടോട്ടൽ വരിക. അതുകൊണ്ട് തന്നെ 3,09,500 ആ സൈഡിൽ മാറ്റി എഴുതുന്നു. എന്നിട്ട് അതിൽ നിന്നും 2,57,100 ലെസ് ചെയ്താൽ ബാലൻസിങ് ഫിഗർ നമുക്ക് കിട്ടുക 52,400 ആണ്. അപ്പോൾ സർപ്ലസ് 52,400. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് സർപ്ലസ് 52,400 ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റാണ് ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കിട്ടണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് ഓഫ് XII ക്രിക്കറ്റ് ക്ലബ് ആസ് ഓൺ March 31, 2014 ആണ്. 15 ആണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. 14 പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തുടക്കത്തിലെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് എന്ന് എഴുതി നോക്കുകയാണ് നമ്മളിവിടെ. ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു. എന്നിട്ട് അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ വേർ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് കുറേ അസറ്റും കുറേ ലാബിലിറ്റിയും തന്നിട്ടുണ്ട്. അത് നമ്മൾ അസറ്റ് സൈഡിലും ലാബിലിറ്റി സൈഡിലും മാറ്റി എഴുതുന്നു, ബാലൻസ് ചെയ്യുന്നു. ബാലൻസിങ് ഫിഗർ ആയിരിക്കും ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഇനി അസറ്റ് സൈഡിൽ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യാണ്. ക്യാഷ് ഇൻ ഹാൻഡ് 18,000. അത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആരംഭിക്കുമ്പം ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് 18,000 പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ വർഷം തുടങ്ങുമ്പം ക്യാഷ് ഇൻ ഹാൻഡ് 18,000 ആയിരുന്നു. അതായിരിക്കുമല്ലോ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൻ്റെ അവസാനത്തിൽ ഉണ്ടാവുന്ന ക്യാഷ് ഇൻ ഹാൻഡ്. സോ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് 18,000 എഴുതി. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 28,000. അവിടെ ആ ലിസ്റ്റിൽ പറയുന്നു കഴിഞ്ഞ വർഷത്തെ കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ 28,000 ആണ് എന്ന് പറയുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ റെസീവബിൾ ₹28,000. അതാണ് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 28,000. സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ 85,000. സ്പോർട്സ് മെറ്റീരിയൽ 85,000 ഉണ്ടായിരുന്നു തുടക്കത്തിൽ എന്ന് പറയുന്നുണ്ട്. അതൊരു അസറ്റാണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 11,000 ഉണ്ടായിരുന്നു എന്ന് ആ ലിസ്റ്റിൽ പറയുന്നുണ്ട്. അതൊരു അസറ്റാണ്. പ്ലേ ഗ്രൗണ്ട് 5 lakh, 5 ലക്ഷം രൂപയുടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊരു അസറ്റാണ്. ഇനി ലാബിലിറ്റി സൈഡ് നോക്കാം. തുടക്കത്തിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നു 16,000. അത് ലാബിലിറ്റിയാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലാബിലിറ്റി സൈഡിൽ എഴുതി വെച്ചു. വേറെ ഐറ്റംസ് ഒന്നും ഇല്ല എഴുതാൻ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യാണ്. അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്തപ്പോൾ 6,42,000 കിട്ടി. സാധാരണ ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ഈക്വൽ ആണല്ലോ വേണ്ടത്. അപ്പോൾ ലാബിലിറ്റി സൈഡും 6,42,000 തന്നെ ഉണ്ടാവണം. പക്ഷേ അവിടെ 16,000 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ബാലൻസിങ് ഫിഗർ 6,42,000 നിന്നും 16,000 ലെസ് ചെയ്താൽ എത്ര കിട്ടുമോ അതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. 6,26,000 ക്യാപിറ്റൽ ഫണ്ടാണ്. അത് ബാലൻസ് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ബാലൻസിങ് ഫിഗറാണ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഈസ് ഓവർ. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഈ 6,26,000 കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഈസ് ₹6,26,000. ഇനി നമുക്ക് ഫൈനൽ ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റ് ഓഫ് XII ക്രിക്കറ്റ് ക്ലബ് ആസ് ഓൺ March 31, 2015. ക്യാഷ് ഇൻ ഹാൻഡ് 74,000. അതേതാണെന്നില്ല മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അവസാനത്തിൽ നമുക്കൊരു ക്യാഷ് ഇൻ ഹാൻഡ് കിട്ടിയില്ലേ? ക്ലോസിംഗ് ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞ് എഴുതിയില്ലേ? ക്യാഷ് ഇൻ ഹാൻഡ് ₹74,000. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 42,000. ഈ വർഷം ഒരു 42,000 രൂപ കിട്ടാനുണ്ട് എന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു അസറ്റാണ്, കിട്ടാനുള്ള പൈസയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 42,000. സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ 76,500 നമ്മൾ നേരത്തെ കാൽക്കുലേഷനൊക്കെ നടത്തി കണ്ടെത്തിയിരുന്നു. ടോട്ടൽ 1,53,000 റുപ്പീസിൻ്റെ സ്പോർട്സ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അതിൽ 50% റൈറ്റ് ഓഫ് ചെയ്തപ്പം ബാക്കി 76,500 ആണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതൊരു അസറ്റാണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 25,900 ആണ് 30% ലെസ് ചെയ്തതിന് ശേഷം ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആ ഐറ്റം എഴുതിയപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ക്ലോസിംഗ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്നത് 25,900 ആണ്. പ്ലേ ഗ്രൗണ്ട് 5 lakh നമ്മളെടുത്തുള്ള അസറ്റാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അതുണ്ട്. അത് വിറ്റ് പോയിട്ടില്ലാത്ത സ്ഥിതിക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും അതുണ്ടാവുമല്ലോ. പ്ലേ ഗ്രൗണ്ട് 5 lakh. ഇൻവെസ്റ്റ്മെൻറ്റ്സ് 6 lakh ഒരു അസറ്റാണ്. ഇനി ലാബിലിറ്റി സൈഡ് നോക്കൂ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമ്മളിപ്പം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കണ്ടെത്തിയതാണ് 6,26,000. അതിൻ്റെ കൂടെ സർപ്ലസ് 52,400 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ 6,78,400 ആയിട്ട് മാറി. ലൈഫ് മെമ്പർഷിപ്പ് ഫീ 20,000 ഉണ്ടായിരുന്നു. അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പം
6,98,400 എന്ന് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതി. 6,26,000 ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തിയത് സർപ്ലസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച ആൻസറാണ് സർപ്ലസ് 52,400. ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു 20,000. അങ്ങനെ 6,98,400 എഴുതി. ഇനി പവലിയൻ ഫണ്ടുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ഡൊണേഷൻസ് ആൻഡ് സർപ്ലസ് ഓൺ അക്കൗണ്ട് ഓഫ് ടൂർണമെൻറ്റിൽ നിന്ന് കിട്ടിയ ബാക്കി പൈസയും ഡൊണേഷനും കൂടി നമ്മൾ പെർമനൻറ്റ് പവലിയൻ്റെ ഫണ്ടാക്കി മാറ്റി എന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ടൂർണമെൻറ്റിൽ നിന്ന് കിട്ടിയ സർപ്ലസ് ഫ്രം ടൂർണമെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 60,000 ടൂർണമെൻറ്റിന് വേണ്ടി മാത്രം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ 40,000 ടൂർണമെൻറ്റ് എക്സ്പെൻസായി. ബാക്കി 20,000. 60,000 മൈനസ് 40,000 ഈക്വൽ ടു 20,000 പ്ലസ് ഡൊണേഷൻ 6 lakhും. അപ്പോൾ 6 lakh പ്ലസ് 20,000 6,20,000 ആണ് എന്ത് പവലിയൻ ഫണ്ട്. പെർമനൻറ്റ് പവലിയൻ ഉണ്ടാക്കാനുള്ള ഫണ്ടാക്കി അതിനെ മാറ്റിയതാണ് 6,20,000. ബാലൻസ് ഷീറ്റ് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അസറ്റ് സൈഡ് 74,000 പ്ലസ് 42,000 പ്ലസ് 76,500 പ്ലസ് 25,900 പ്ലസ് 5 lakh പ്ലസ് 6 lakh ഈക്വൽ ടു 13,18,400. ആ ടോട്ടൽ നമ്മൾ ഇപ്പോൾ എഴുതി. 6,98,400 പ്ലസ് 6,20,000 ഈക്വൽ ടു 13,18,400. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നതിനെ പറ്റിയാണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.